എടേ, എനിക്ക് വേണ്ടിയല്ല കാത്തു നിൽക്കുന്ന. എന്താടി ഒരാഴ്ചയായിട്ട് നിന്നെ കണ്ടില്ല? കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് തന്നെയാ സാർ. സാർ എവിടെയായിരുന്നടി നീ? താൻ ശരിക്കും കണ്ടോ? ആർ യു ഷുവർ? ഐ എം ഷുവർ. താൻ അവിടെ തന്നെ ഉണ്ടാവണം. ഡോണ്ട് മിസ് ഇറ്റ്. ഞാൻ എത്തി. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടായി. എന്നെ നിനക്ക് ഇഷ്ടായില്ലേ? മര്യാദയ്ക്ക് സമ്മതിച്ചു. അമ്മ, എനിക്ക് ആ ഗണ്ണ് വേണം. എടാ, അവിടെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ആരും അടുത്തേക്ക് വരരുത്. വേണ്ട, എന്റെ ബോൾ പ്ലീസ് അവളെ വിട്ടേക്ക്. ബോൾ രക്ഷിക്ക് സാർ. സാർ നിങ്ങൾ ആരും അടുത്തേക്ക് വന്നേക്കരുത്. ഓ ഓ അവളെ വിട്ടേക്ക്. ബോൾ രക്ഷിക്ക് പ്ലീസ്. വരരുത്. ഞാൻ പറയുന്നത് ചെയ്യല്ലേ പ്ലീസ്. ബോൾ ഒന്നും ചെയ്യരുത്. ബോൾ വിട്ടേക്ക്. പറയുന്നത് കേക്ക്. ഓടി പെട്ടെന്ന് ചെന്ന് ഓട്ടോ പിടിച്ചോണ്ട് വാ. വരീനടാ, വന്ന് പിടിക്കേ. ഡാളിയ, പോലീസ് ഞങ്ങൾ വളഞ്ഞിരിക്കുക. ഒന്ന് പെട്ടെന്ന് വാടാ. കാണിക്കുന്നോ? കുട്ടികളെ തട്ടിക്കൊണ്ട് പോകാൻ സഹായം ചെയ്ത് കൊടുക്കും അല്ലേ? നിന്നെയൊക്കെ ജീവനെ കത്തിക്കാണ് വേണ്ടത്. തൂക്കിയുള്ള പണിക്കാതെ തെരുവ് നായ. ബാക്കി എനിക്ക് സ്റ്റേഷനിൽ വരുമ്പോ തരണം. പറയണോ കുട്ടികളെ? ഈ തട്ടിക്കൊണ്ട് പോയ കുട്ടികൾ എവിടെയാണ്? എവിടെയാണ് ഒപ്പിച്ചിരിക്കുന്നത്? പറയാൻ പറയണോ? എന്റെ പിന്നെ ആരൊക്കെ സത്യം തുറന്നു പറയണോ? പട്ടി സത്യമാ പറയാനാ പറഞ്ഞത്. നിന്റെ അമ്മ കൊടുത്തോ. എന്താ സാറേ കാര്യം? ശരി എന്നാ. അയ്യോ, നമ്മുടെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ സാറേ. ഇവിടെയുള്ള കുട്ടികളുടെ കൂടെ എന്റെ കുഞ്ഞില്ല സാറേ. കുട്ടിയുടെ പേരെന്താ? അനിത സാറേ. അനിത സാറേ. 12 കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തിരുന്നു. അതിൽ 2 പേര് മരിച്ചുപോയി. 9 പേരെ നമ്മൾ രക്ഷിച്ചു. അതിൽ ഇവരുടെ കുട്ടി മിസ്സിംഗ് ആ സാർ. ഇന്നോട് കഥ അവസാനിച്ചോ? കുട്ടിയോടെ കുട്ടിയോടെ പറയാനാ പറഞ്ഞത്. ആ കുട്ടിയോടെ കള്ളം പറയുന്നു. എന്നോട് കള്ളം പറയുന്നു. ഉള്ളത് പറ. കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തത് 12 കുട്ടികളെ. അത് 2 കുട്ടികൾ മരിച്ചുപോയി. 9 പേരെ കിട്ടി. ബാക്കി ഒരു കുട്ടി എവിടെ? മുംബൈയിലേക്ക് കടത്താൻ കുട്ടികളെ കടത്തുന്നത് കടത്തി എനിക്ക് കാശ് കിട്ടും. കൊന്നിട്ട് എന്താ പ്രയോജന? ഞാൻ പറയുന്നത് സത്യ സാർ. അടിക്കില്ല സാർ. കുട്ടികളെ കടത്തിക്കൊണ്ട് പോലെ നീ അറിയാതെ കുട്ടികളെ പോയില്ല. പച്ചയ്ക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞ സത്യം വിടാതെ പറഞ്ഞത്.
ഹലോ. അയ്യോ അനിത മോളെ മോളെ എന്റെ മോളെ ഇതിനെ കണ്ടില്ലേ? കുട്ടികളുടെ മർഡറിനെ സംബന്ധിച്ച് ഒരു ക്ലൂവും കിട്ടുന്നില്ലല്ലോ. കേസ് എവിടുന്ന് എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അതെ സാറേ, ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ലല്ലോ. റഫീഖ്, സർ. ഈ ഷൂ മാർക്ക് ഫോട്ടോ എടുത്ത് ഉടൻ തന്നെ ഫോറൻസിക്കിന് അയച്ചു കൊടുക്ക്. യെസ് സർ. വളരെ അർജന്റ് ആണെന്ന് പറയൂ. വേണ്ടി വന്നാൽ ഞാൻ സംസാരിച്ചോളാം. സർ, എൻ്റെ പേര് രമ്യ. ഞാൻ പോസ്റ്റ്മോർട്ടം ഡിപ്പാർട്ട്മെന്റ് ഡോക്ടറാണ് സർ. മരിച്ചുപോയ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ സ്റ്റഡി ചെയ്തു സർ. ശരിക്കും ഈ കുട്ടിയെ ഒരു ഡോക്ടറാണ് ഓപ്പറേഷൻ ചെയ്ത് കൊന്നിട്ടുള്ളത് സർ. അതുമാത്രമല്ല, ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് സർജിക്കൽ എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് സർ. താങ്ക് യു. ഓക്കെ സർ. റഫീഖ്, സർ. സിറ്റിയിൽ എത്ര സർജിക്കൽ ഷോപ്പുകൾ ഉണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് കിട്ടണം. യെസ് സർ, ഐ വിൽ ഡു ഇറ്റ്. എക്സ്ക്യൂസ് മീ. പറയൂ സർ. ഞങ്ങൾ 2 ടൗൺ പോലീസ് സ്റ്റേഷൻ. എന്താണ് കാര്യം സർ? അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സർജിക്കൽ ഷോപ്പുകളിലൊക്കെ ഒന്ന് എൻക്വയറി ചെയ്യുക. ജൂലൈ 7-ാം തീയതിക്ക് മുൻപ് ഹോസ്പിറ്റലിനോ ഏതെങ്കിലും പ്രൈവറ്റ് പേഴ്സണോ അല്ലെങ്കിൽ ഡോക്ടർക്കോ ഹാർട്ട് സർജറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്യുപ്മെന്റ്സ് കൊടുത്തിട്ടുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്യട്ടെ സർ. മെയ് 5-ാം തീയതി രമ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് സർ. പിന്നെ ജൂൺ 22 ആകാശ് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് സർ. ആൻഡ് ജൂലൈ 10 സുധാകർ എന്നൊരാൾ വാങ്ങിയിട്ടുണ്ട് സർ. നിങ്ങളുടെ ഷോപ്പിൽ CC ക്യാമറ ഉണ്ടോ? ഇല്ല സർ. സിസ്റ്റമിൽ ചെക്ക് ചെയ്ത് സുധാകരന്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റുമോ? ഒന്ന് നോക്കട്ടെ സർ. ഫോൺ നമ്പർ ഉണ്ട് സർ. പറയൂ. 8124066557. 667. സ്വിച്ച് ഓഫ് ആണ് സർ. നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? യെസ് സർ. നിങ്ങളുടെ കോൾ ഞങ്ങൾ ട്രാപ്പ് ചെയ്യും. ഒരുപക്ഷെ അയാൾ വീണ്ടും വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യും. കുഴപ്പമില്ലല്ലോ? ഓക്കെ സർ. സർജിക്കൽ ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്ത ആ നമ്പർ ട്രാക്ക് ചെയ്തോ? അതിന്റെ സ്റ്റാറ്റസ് എന്തായി? ചെയ്യുന്നുണ്ട് സർ. അതിനുവേണ്ടി സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. സിം ആക്ടിവേറ്റ് ആയി അവന് രക്ഷപ്പെടാൻ പറ്റില്ല സർ. ഓക്കെ, താങ്ക് യു സർ. സാറേ, ഓക്കെ സാർ, ഞാൻ സാറേ, ശ്രദ്ധിക്കാം. ഞാൻ പിന്നെ വിളിക്കാം. സാറ് ട്രാപ്പ് ചെയ്യാൻ പറഞ്ഞ നമ്പർ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് സാറേ. പറയൂ സർ. എന്റെ പേര് സുധാകർ എന്നാണ്. ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എനിക്ക് സർജിക്കൽ ബ്ലേഡ്സ് വേണം. കുറച്ച് അർജന്റാ. ഇന്ന് വന്നാ കിട്ടുമോ? നന്നായി. ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് വരട്ടെ? ഓക്കെ, വന്നോളൂ സർ. സർ, ഇന്നലെ ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് കിട്ടിയ ഷൂ മാർക്കിന്റെ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സർ. ആ ഷൂ മാർക്ക് വെച്ച് നോക്കുമ്പോൾ അത് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഷൂ ആണ് സർ. സൈസ് 8.
ടോട്ടലി 8 ആൾക്കാരുടെ അടുത്ത് ആ ഷൂ ഉണ്ട് സർ. 3 ടൗണിൽ 3 പേരുടെ അടുത്ത്, 6 ടൗണിൽ 3 പേരുടെ അടുത്ത്, 7 ടൗണിൽ ഒരാളുടെ അടുത്ത്, പിന്നെ 2 ടൗണിൽ ഒരാളുടെ അടുത്ത്. അത് നിങ്ങളുടെയാണ് സർ.